ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ബീഫ് കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉരുളി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. ഉരുളി ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 1/2 കിലോ ബീഫാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 200-250 മില്ലി എണ്ണ മതിയാവും. ഞാനിത് കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ ബീഫിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എണ്ണ ചൂടായി വരുന്നതിന് ശേഷം ഞാൻ എന്തായാലും കടുക് ഉപയോഗിക്കുന്നില്ല. കടുകിന് പകരം കുറച്ച് ഏലക്ക ഉണ്ട്, പിന്നെ കുറച്ച് സ്റ്റാർ, ഒരു 2-3 സ്റ്റാർ, പിന്നെ ഗ്രാമ്പൂ, പിന്നെ പട്ട, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിലോട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ സവോള ഇതിപ്പോൾ ഒരു 1/2 കിലോ ബീഫിനൊരു 2-3 സവോള എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇത് നമുക്കൊന്ന് ഇളക്കി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ സവാള ഒന്ന് വാടിയതിന് ശേഷം മാത്രമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തോന്നുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് ചുമന്ന് ഏകദേശം മുക്കാറായി വരുന്ന ഒരു ഭാഗം വരുമ്പോഴത്തേക്ക് നമുക്കിതിൽ ഇഞ്ചി വെളുത്തുള്ളി ഇത് ചതച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ കറിവേപ്പില കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം സവോളയും ഈ കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. സവോള ഇപ്പം ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളറിലായി വരുന്നുണ്ട്. ഇനി ബീഫ് ചേർക്കാൻ്റെ സമയമായിരിക്കുകയാണ്. ഇതിലോട്ട് ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ ഇതെല്ലാം ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് ഒരു 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇതിനെ ഒന്ന് അടച്ച് ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഞാൻ ഈ ബീഫിൽ മസാല ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് അടച്ചു വെച്ചിട്ട് വെള്ളം തിളപ്പിച്ച് ഒഴിച്ചിട്ട് ഈ വെള്ളത്തിൽ കിടന്ന് ഈ ബീഫ് നന്നായിട്ടൊന്ന് കുക്കായി വരണം. അതിനുശേഷം മാത്രമേ നമ്മൾ മസാല ചേർക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് അടച്ചു വയ്ക്കാം. നമുക്കിനി ഇതിനൊന്ന് അടച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ അങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം തിളച്ച വെള്ളം ഒഴിച്ചു വെക്കാം. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പൊന്ന് തുറന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം തിളച്ച വെള്ളമാണ്, ഈ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓക്കെ, വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ലോ സിമ്മിലിട്ട് നമുക്കിത് കുക്കാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിന് മുന്നേ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തല്ലോ, അതിന് മറന്നു പോയിട്ടോ. ഇളക്കി കൊടുത്തിട്ട് ഒരു കാര്യം കൂടെ ചേർക്കണം. ഇതിലിനി 2-3 ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അരിഞ്ഞ തേങ്ങയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങയാണ്, അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കും. ചിലരൊക്കെ തേങ്ങ ചേർക്കുമ്പോൾ തേങ്ങ വറുത്തൊക്കെ ചേർക്കുന്നവരുണ്ട്. ഞാനങ്ങനെയും ചേർക്കും, പക്ഷേ ഇങ്ങനെയും ചേർക്കും. ഇതും ടേസ്റ്റാണ് കേട്ടോ, ഇങ്ങനെ ചേർക്കുന്നതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി. എന്നിട്ടൊന്ന് ഇതിനൊന്ന് നല്ലോണം ഒന്ന് ഇളക്കാം. ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം. ഇനി അടച്ച് കുക്കാവുന്നവരെ നമുക്കൊന്ന് അടച്ച് നന്നായിട്ട് കുക്കായിട്ട് വരട്ടെ. ബീഫല്ലേ, നന്നായിട്ട് കുക്കാണ്. ഇത് നന്നായിട്ട് കുക്കായി വന്നതിന് ശേഷം നമുക്ക് ഇനി ഇതിൻ്റെ മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുക്കായി വരട്ടെ. ഈ ഇടയ്ക്കൊക്കെ നമുക്ക് അടപ്പ് തുറന്ന് ഇളക്കി നോക്കാം, ഇളകി നോക്കി കൊടുക്കാം. എല്ലാം നല്ല സെറ്റായി വരുന്നുണ്ട്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ അടച്ചു വയ്ക്കാം. എന്തായാലും നന്നായിട്ടൊന്ന് വേണം അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ബീഫ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം.
കുറച്ചുകൂടെ ഒന്ന് വേകാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പൊടി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ചേർത്തൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതിലും വരും. ഇനി നമുക്ക് പൊടി മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് മുളകും, അതായത് കാശ്മീരി മുളക്, അല്ലാതെ മുളക് സാധാ മറ്റു മുളകുണ്ടല്ലോ, അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ച് വറുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 2-2.5 സ്പൂണോളം മതിയാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വറുത്ത് എന്തിനാണെന്ന് വെച്ചാൽ വറുത്ത ഇതിലോട്ട് മുളക് പൊടി ചേർക്കുമ്പോൾ ബീഫിന് ഒരു പ്രത്യേക രുചിയായിരിക്കും. അതുകൊണ്ടാണ് വറുത്ത് വീണ് ചേർത്ത്. ഇനിയുള്ളത് മസാലയാണ്. ഈ മസാല എന്ന് പറയുന്നത് പെരുംജീരകം, ഏലക്ക, സ്റ്റാർ, ഗ്രാമ്പു ഇതെല്ലാം കൂടെ ചേർത്തതാണ്. പട്ട ഇതെല്ലാം കൂടെ ചേർത്ത മസാലയാണ്. ഇത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂൺ മതി. ഇത് നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം. എന്നിട്ട് ഇതിരുന്ന് വെന്ത് കുറുകി നല്ല അടിപൊളിയാവും. നല്ലൊരു ലുക്കായിരിക്കും കാണാൻ തന്നെ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് തുറന്ന് നോക്കാം. നല്ല മണം. അടിപൊളിയായിട്ട് വറ്റി കുറുകി സെറ്റായിട്ടുണ്ട്. നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കളറുണ്ട്. ആഹാ, എന്താ കളർ, എന്താ മണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇവിടെ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒന്ന് ഓഫാക്കി കൊടുക്കാം. ഞാനിവിടെ കപ്പ, ഇത് ആദ്യമേ പറഞ്ഞല്ലോ, കപ്പ ഇതിൽ ഈ ബീഫ് കൂടെ എടുത്ത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. ഇത് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പൊളി പൊളി സെറ്റാണ്. പൊളിയാണ്. പിന്നെ ഒന്ന് വേണ്ടേ, പൊളിയല്ലേ? വെറുതെ പറയുന്നല്ല കേട്ടോ, സൂപ്പറാണ്. നന്നായിട്ടുണ്ട്. നല്ല കോമ്പ ബീഫ് കറി. അപ്പോൾ ഇതൊന്നും എല്ലാവരും ഒന്ന് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിപ്പോൾ എല്ലാം തീരും തോന്നുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.